മലപ്പുറം ജില്ല വികസിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മലപ്പുറം മാത്രമല്ലല്ലോ വികസിക്കേണ്ടത്. ഇപ്പോൾ ബാലഗോപാൽ കണ്ണൂരിൽ ഇൻ്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയം പ്രഖ്യാപിച്ചാണ്. അവിടെ ലോകകപ്പിൻ്റെ ട്രയൽ റണ്ണ് കഴിഞ്ഞൊന്നും എനിക്കറിയില്ല. ഒന്നാമത് എൻ്റെ നാട്ടുകാരൻ, രണ്ടാമത്തേത് BJP നേതാവ് നിയമസഭയിൽ എത്തുന്നു, മൂന്നാമത് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ എത്തുന്നു എന്നുള്ളതാണ്. ദേശീയപാത എത്ര വേഗതയിൽ പണിയുന്നു എന്ന് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു 757 മീറ്റർ നീളമുള്ള ഒരു ഡ്രെയിനേജ് സംവിധാനത്തിന് വേണ്ടിയിട്ട് കുഴിച്ചിട്ടിട്ടുള്ള സ്ഥലം, അത് 3 കൊല്ലമായിട്ട് പണി പൂർത്തിയാവാതിരിക്കുക. മിഠായി വിതരണമൊക്കെ വലിയ വിവാദമാക്കിയല്ലോ അല്ലേ? മാധ്യമങ്ങളിലും ഈ ഇടതുപക്ഷത്തിനും കോൺഗ്രസിൻ്റെയൊക്കെ ഒരു സ്ലീപ്പർ സെല്ലുകൾ പോലത്തെ സംവിധാനങ്ങളുണ്ടാവും. ഇത്രയും കാലം അവർക്ക് എന്ത് തരത്തിലുള്ള വിമർശനവും ഉന്നയിക്കാമായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരായിട്ടും BJPക്കെതിരായിട്ടും. ആ വിമർശനങ്ങൾ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തൊരു സ്ഥിതിയാണ്. ഇനി അത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടും. കടകംപള്ളി പ്രതിപട്ടിക വരേണ്ട ഒരാൾ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും. നമസ്തേ, മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയും നിയമസഭയിൽ കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ പ്രതിനിധിയുമായ V. മുരളീധരൻ MLA ആണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്കാരം. MLA ആയതിൽ ട്രിപ്പിൾ സന്തോഷമാണ്. ഒന്നാമത് എൻ്റെ നാട്ടുകാരൻ നിയമസഭാംഗമാവുന്നു, രണ്ടാമത്തേത് BJP നേതാവ് നിയമസഭയിൽ എത്തുന്നു, മൂന്നാമത് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിയതിൻ്റെ ഒരു റിസൾട്ടല്ലേ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായിട്ടും. കഴിഞ്ഞ 10 വർഷക്കാലം കഴക്കൂട്ടത്ത് 2016 മത്സരിച്ച് അതിനുശേഷം കഴക്കൂട്ടത്ത് തന്നെ താമസിച്ച് കഴക്കൂട്ടത്ത് തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക, അത് ജനങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ അതോടൊപ്പം സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം, അതെ, അതുവരെ കഴിഞ്ഞ 10 വർഷം അവിടെ ജനപ്രതിനിധിയായിരുന്ന ആളുകളോടുള്ള പല കാര്യങ്ങളിലുള്ള വിയോജിപ്പുകൾ, പിന്നെ മണ്ഡലത്തിൽ വികസനത്തിൻ്റെ പേര് പറഞ്ഞെങ്കിലും പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റാത്ത സാഹചര്യം, ഇതെല്ലാം ഫാക്ടേഴ്സാണ്. അതിലൊരു ടെക്നോസിറ്റി ആണല്ലോ, പക്ഷേ അതിൻ്റെ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അല്ല, ടെക്നോസിറ്റി എന്നുള്ള പ്രാധാന്യം അപ്പോഴും ഇപ്പോഴും ഇല്ല. ഈ ബജറ്റിലാണെങ്കിലും അങ്ങനത്തെ യാതൊന്നുമില്ല. കാരണം ഈ കഴക്കൂട്ടത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഒരു മൈഗ്രേറ്ററി പോപ്പുലേഷനുള്ള സ്ഥലമാണ് കഴക്കൂട്ടം. അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം 1,65,000 അതനുസരിച്ചിട്ട് ജനസംഖ്യ ഒരു 2.25 വരും. പക്ഷേ ഒരു കണക്കനുസരിച്ചിട്ട് ഒരു 4.5 ലക്ഷം 5 ലക്ഷം ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്കാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ അവിടെ വേണം, അതില്ല. ഉദാഹരണത്തിന് കുടിവെള്ളം അവിടെ ആവശ്യമുള്ളതിൻ്റെ ഒരു 35 മുതൽ 40% വെള്ളം മാത്രമേ ഉള്ളൂ. അത്രേ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ സപ്ലൈ ചെയ്യാനുള്ള ഒരു പദ്ധതിയും ഒരു ലോങ് ടേം പ്ലാൻ പോലും ഇല്ല ഇതുവരെ. അപ്പോൾ ഇതൊക്കെയാണ് കഴക്കൂട്ടം നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ അത് ഇല്ലാതെ ഇപ്പോൾ ഈ ബജറ്റിലടക്കം ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, ഈ മാരിടൈം ഹബ്ബ്, ഗ്ലോബൽ ഇത്, അങ്ങനെയുള്ള ഇതിനൊക്കെ ആളുകൾ വന്ന് താമസിക്കണമെങ്കിൽ വെള്ളം കിട്ടാത്ത നാട്ടിൽ ആരെങ്കിലും വന്ന് താമസിക്കുമോ? കാരണം കഴക്കൂട്ടമാണ് തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും ഗ്രോത്ത് എഞ്ചിൻ. 85,000 ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു 2.5 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം കേരളത്തിൽ വേറെ എവിടെയില്ല. അവിടുത്തെ സ്ഥിതി ഇതാണെങ്കിൽ അടിസ്ഥാന സൗകര്യം ഇല്ല. അടിസ്ഥാന സൗകര്യമില്ല എന്ന് മാത്രമല്ല, അവിടെ നടക്കുന്ന പല ജോലികളും ഒരു മേൽനോട്ടവും ഇല്ലാതെ ഒരു സമയബന്ധിതമായിട്ട്, നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ദേശീയപാത എത്ര വേഗതയിൽ പണിയുന്നു എന്ന് കണ്ടിട്ടുള്ള ആൾക്കാരാണ്.
ഞാൻ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു 757 മീറ്റർ നീളമുള്ള ഒരു ഡ്രെയിനേജ് സംവിധാനത്തിന് വേണ്ടിയിട്ട് കുഴിച്ചിട്ടിട്ടുള്ള സ്ഥലം, അത് 3 കൊല്ലമായിട്ട് പണി പൂർത്തിയാവാതിരിക്കുക. അതിപ്പോഴാണ് ഫോളോ അപ്പ് ചെയ്ത് അവർ സമയബന്ധിതമായിട്ട് ഒരു സംവിധാനം ഏർപ്പെടുത്താമെന്ന് ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. ഇത് സർക്കാരിൻ്റെ അനാസ്ഥയും ജനപ്രതിനിധിയുടെ കാര്യക്ഷമതയില്ലായ്മയാണ്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ജനങ്ങൾ അത് കാര്യമായിട്ട് അല്ല, ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, BJP MLA ആണ് അല്ലേ, നിങ്ങൾ മൂവർ സംഘമാണ്. നിങ്ങൾ ഈ LDFനെയും അതുപോലെ UDFനെയും ഒരുപോലെ നേരിട്ട് നിൽക്കേണ്ടവരാണ്. അല്ല, അതുകൊണ്ട് ഈ സർക്കാരിൽ നിന്ന്, ഈ സർക്കാർ വാസ്തവത്തിൽ കേരളത്തിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് തിരുവനന്തപുരം സിറ്റി, നേമം, കഴക്കൂട്ടം ഈ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ ബജറ്റിൽ എനിക്കങ്ങനെ, ഞാനൊരു ഫൈൻ പ്രിൻ്റ് വായിച്ചിടത്തോളം വലിയ തോതിലൊന്നും തോന്നില്ല. അവർ ഈ നടത്തിയതുപോലെ തന്നെയുള്ള കുറേ പ്രഖ്യാപനങ്ങൾ താഴെത്തട്ടിലുണ്ട്. മീൻസ് ഫൈൻ പ്രിൻറ്റിലേക്ക് പോകുമ്പോഴും ഉദാഹരണത്തിന് കാര്യവട്ടം മേൽപ്പാലം, മെഡിക്കൽ കോളേജ് മേൽപ്പാലം, പട്ടം ഫ്ലൈ ഓവർ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഏത് കാലത്ത് എങ്ങനെ നടപ്പിലാവും എന്നുള്ളത് വേറെ പ്രശ്നമാണ്. അല്ല, രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത്, ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അതിൻ്റെ അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഈ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാനന്തവാടിയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. മാനന്തവാടിയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ താലൂക്ക് ആശുപത്രിയുടെ ബോർഡ് മാറ്റിയിട്ട് മെഡിക്കൽ കോളേജിൽ നിന്നും ബോർഡ് ഇട്ടു. അതുകൊണ്ട് മെഡിക്കൽ കോളേജ് ആവില്ല. ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു ബിൽഡിംഗ് പണിതു, അതാണിപ്പം വീണ്ടും അവർ മെഡിക്കൽ കോളേജ് ആക്കി വികസിപ്പിക്കുന്നത്. അപ്പം മെഡിക്കൽ കോളേജ് അല്ല പരിഹാരം. പരിഹാരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രികളും ഒക്കെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് ഒരു പദ്ധതിയും ഈ ബജറ്റിലില്ല. ബജറ്റ് പൊതുവെ എങ്ങനെയുണ്ട്? വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എങ്ങനെയാണ് വിഭവ സമാഹരണം എന്നതിലൊരു വ്യക്തതയില്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഈ പുതുയുഗ കേരളം എന്ന് പറയുന്ന പ്രഖ്യാപനം ആ ബജറ്റ് അവതരിപ്പിച്ച കടലാസിൽ ഉണ്ടാവും. ജനങ്ങൾക്ക് ഒരു തരത്തിലും അതനുഭവിക്കാനുള്ള ഒരവസരം ഉണ്ടാവില്ല. കാരണം അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. കാരണം ഈ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് വേണ്ടിയിട്ട് നീക്കി വച്ചിരിക്കുന്ന തുക, ആ തുക തന്നെ വളരെ നമുക്ക് മനസ്സിലാവും. ആ തുക കൊണ്ട് ഈ പദ്ധതി പ്രാവർത്തികമാക്കണമെങ്കിൽ ആവശ്യമുള്ളതിൻ്റെ ഒരു 5% പോലും തുക വെച്ചിട്ടില്ല. അപ്പോൾ ഇത് പ്രഖ്യാപനമായിട്ട് നിൽക്കും. സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി. അല്ല, സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാൻ ആളുകൾ തയ്യാറാവണം. ഇത് ഈ വർഷത്തെ ബജറ്റാണ്, ഇത് 5 വർഷത്തെ ബജറ്റല്ല. അതെ 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 അതായത് ഞങ്ങൾ 5 വർഷത്തെ ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചതെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു എന്താ ഒരു സംശയത്തിൻ്റെ ഇത് ആനുകൂല്യം കൊടുക്കാം, ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് പറയുന്നത്. അതെ. പക്ഷെ ഇത് ഈ വർഷത്തെ ബജറ്റാണ്. ഈ വർഷത്തെ ബജറ്റിൽ ഇനി 8-9 മാസമേ ബാക്കിയുള്ളൂ. മാർച്ചിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം കഴിഞ്ഞു. 9 മാസം കൊണ്ട് നടപ്പിലാകും എന്ന് പറയുന്ന കാര്യങ്ങളാണിത്. അടുത്ത ഫെബ്രുവരിയിൽ അടുത്ത ബജറ്റ് വരും. അതെ അതെ. അപ്പോൾ ഈ 1 വർഷം കൊണ്ട് ഈ പറഞ്ഞ പദ്ധതികളുടെ തുടക്കം കുറിക്കാൻ പോലും ഇവർക്ക് സാധിക്കുമോ? 50% പോലും തുടക്കം കുറിക്കാൻ കഴിയില്ല. ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഈ തുടക്കത്തിലുള്ള ഒരു യൂഫോറിയയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ അങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് കണക്കാക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണെന്ന് തോന്നുന്നു ഇവരെ നയിക്കുന്നത്. ഈ മിഷൻ സമുദ്രയൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ സാഗർമാല പദ്ധതി പോലെയല്ലേ? മിഷൻ സമുദ്ര എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതിൻ്റെ വിശദാംശങ്ങൾ വരുമ്പോഴേ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. ഈ സാഗർമാലയിൽ അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രധാനം. ബ്ലൂ എക്കോണമിയും
സാഗർ മാലിയും ഒക്കെ ഒരുമിച്ച് ചേർത്താൽ വേണമെങ്കിൽ ഇപ്പോൾ മിഷൻ സമുദ്ര എന്നൊക്കെ പറയുന്ന അതിന് വേണമെങ്കിൽ അതുമായിട്ട് ഒരു താരതമ്യം ചെയ്യാം. എന്ന് പറഞ്ഞാൽ കേരളത്തിന് പൊട്ടൻഷ്യലൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ വിയോജിക്കുന്നില്ല. പൊട്ടൻഷ്യലൊക്കെ ഉണ്ട്. ഓക്കെ. പക്ഷേ ഒരു സർക്കാരിന് ഇപ്പോൾ ഇത് രണ്ട് പ്രഖ്യാപനങ്ങൾ, ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. കേരളത്തെ ഏഷ്യയുടെ ഏവിയേഷൻ ഹബ്ബാക്കും എന്ന് പറഞ്ഞാൽ ദുബായ് ആക്കുന്നതാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ ദുബായ് അറ്റ്ലീസ്റ്റ് ഏഷ്യയുടെ ഏവിയേഷൻ ക്രോസ് റോഡാണ്. ഏഷ്യയുടെ ഏത് ഭാഗത്തു നിന്നും ആൾക്കാർ ദുബായിൽ ചെന്നിറങ്ങുന്നു, അവിടുന്ന് ഫ്ലൈറ്റ് മാറിക്കയറുന്നു, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള രണ്ട് ഡെസ്റ്റിനേഷനെ ഞാൻ ഏഷ്യയിൽ കാണുന്നുള്ളൂ, ഒന്ന് സിംഗപ്പൂരും ഒന്ന് ദുബായും. അപ്പോൾ അതുപോലെ കേരളത്തെ ആക്കും എന്ന് പറയണമെങ്കിൽ ഈ 4 വിമാനത്താവളം മാത്രം ഡെവലപ്പ് ചെയ്താൽ പോരാ, അതിനെ അനുബന്ധമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ വരണം. അതിന് റോഡുകൾ വരണം, ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ വരണം, ഹോട്ടൽസ് വരണം, കുടിവെള്ളം ഡെഫിനറ്റ്ലി, അതെ, ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ വരാനുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് പോലും വരണമെങ്കിൽ കേരളത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ദിവസം മുതൽ സ്വിച്ച് ഇട്ടതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെന്നില്ല. വിഴിഞ്ഞത്ത് പോലും ഒരു കണക്ടിവിറ്റി ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. വിഴിഞ്ഞത്ത് ഫ്ലൈറ്റ് കണ്ടെയ്നർ വരും, അവിടുന്ന് തന്നെ മദർ ഷിപ്പിൽ നിന്ന് മറ്റേ ഷിപ്പിലേക്ക് മാറ്റിയിട്ട് പോകുന്നതല്ലാതെ അവിടുന്ന് എത്ര കണ്ടെയ്നർ ഭൂമിയിലേക്ക് വരുന്നു, മെയിൻലാൻഡിലേക്ക് വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. മെയിൻലാൻഡിലേക്ക് വരാത്തതിൻ്റെ കാരണം ഒന്ന് റെയിൽ കണക്ടിവിറ്റി ഇല്ല, റോഡ് കണക്ടിവിറ്റി ഇല്ല. ഔട്ടർ റിംഗ് റോഡ് വന്നിട്ടില്ല, ബാലരാമപുരം ഇത് റെയിൽ കോറിഡോറും വന്നിട്ടില്ല. അപ്പോൾ ഇതിലെല്ലാം ബാധകവും. അപ്പോൾ കേരളത്തിലെ എല്ലാ തീരം മുഴുവൻ നമുക്ക് തുറമുഖം ഉണ്ടാക്കാം. പക്ഷേ അതിന് തുറമുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചു എന്നിരിക്കട്ടെ. ഇറങ്ങിയതിന് ശേഷം ഈ ആളുകൾ എവിടെ പോകും? ഇപ്പോൾ ടൂറിസമാണ് പ്രൊമോട്ട് ചെയ്തു വന്നിരിക്കട്ടെ. ഷിപ്പുകൾ വരും, ആൾക്കാരിറങ്ങും, അതിനുശേഷം അവർ എവിടെ പോകും, എങ്ങനെ പോകും? വലിയൊരു ചോദ്യചിഹ്നമായിട്ട് വിശേഷിക്കുന്നു. ഇതെല്ലാം ഒരു അതായത് ഏവിയേഷൻ ഹബ്ബാക്ക് 4 വിമാനത്താവളങ്ങൾ മാത്രം നോക്കിയിട്ട് ഏവിയേഷൻ ഹബ്ബാവില്ല. ഇപ്പോൾ ഏവിയേഷൻ ഹബ്ബാവണമെങ്കിൽ നാളെ MRS വരണം, എൻജിൻ്റെ റിപ്പയറും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുന്ന സംവിധാനങ്ങൾ വേണം. കേരളത്തിൽ എവിടെ ഭൂമി കൊടുക്കും? കേരളത്തിൽ എങ്ങനെ അത് ചെയ്യും? ആര് ചെയ്യും? കേരളത്തിൽ എത്ര ഇൻഡസ്ട്രിയലിസ്റ്റ് MRO തുടങ്ങാൻ വേണ്ടിയിട്ട് വിദേശ കമ്പനികൾ അതിന് വേണ്ടിയിട്ടുള്ള സഹായം കൊടുക്കും? കാരണം ലോകത്ത് എയർബസും പിന്നെ ഇവരുമാണല്ലോ ആകെ ഉള്ളത്. 2 പിന്നെ കമ്പനികളാണ് വിമാനത്തിൻ്റെ എൻജിൻ ഉണ്ടാക്കുന്നത്. അവർ വന്നിട്ട് ബോയിങ്ങും അവരാണ് ഇത് ചെയ്യേണ്ടത്. വന്നിട്ട് മടങ്ങിപ്പോയതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ അതേ സമയത്ത് ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ നടത്തുന്ന പല കാര്യങ്ങളോടും പുറംതിരിഞ്ഞ് നിൽക്കുകയും ചെയ്യാണ്. PM ശ്രീ പദ്ധതിയുടെ കാര്യം വരുമ്പം നിലപാട് വേറെയാണ്. അതെ, അല്ല, പണം കിട്ടുന്ന കാര്യത്തിൽ ഒരു എതിർപ്പില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, പക്ഷെ പണം കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടണം, ഏത് പദ്ധതിയായിട്ട് സഹായിക്കും. പക്ഷേ PM ശ്രീയൊക്കെ അറബിക്കടലിൽ വലിച്ചെറിയുന്ന പറഞ്ഞവർ തന്നെ നടപ്പിലാക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ? അല്ല, അതിപ്പോൾ PM ശ്രീയുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി അത് സമ്പൂർണ്ണമായിട്ട് നടപ്പിലാക്കുന്നത് കൊണ്ടാണ് PM ശ്രീ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ PM ശ്രീ എന്ന് ബോർഡ് വെക്കൽ മാത്രമല്ല. അല്ല, ഇവരുടേതായിട്ടുള്ള കരിക്കുലമൊക്കെ ഉണ്ടാക്കുന്നാണല്ലോ പറയുന്നത്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? കരിക്കുലത്തിൽ ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു അതിൽ വരും. പക്ഷേ ഓവറോൾ ബാക്കിയുള്ള ഫെസിലിറ്റീസ്, ബാക്കിയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യും. അപ്പോൾ അതിൽ ഇന്ത്യൻ മൂല്യങ്ങൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണ്. അപ്പോൾ അതിൽ ഇവരുടെ കരിക്കുലം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റില്ല. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് പരിശോധിച്ച ശേഷമല്ലേ? അല്ലേ, തീർച്ചയായിട്ടും തുടർ നടപടികളുണ്ടാവും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന്. അല്ല, അത് എഗ്രി ചെയ്ത്, അതായത് ഞങ്ങൾ ഒപ്പിടും,
കാശ് വന്നിട്ട് ഞങ്ങളിതൊന്നും ചെയ്യില്ല. അതൊന്നും സർക്കാരുകൾ തമ്മിലോ രാജ്യവും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും തമ്മിൽ ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ ദൂരവ്യാപകമായിരിക്കും. കേന്ദ്രത്തോടൊരു ഏറ്റുമുട്ടൽ സമീപനം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ? ഏറ്റുമുട്ടലിന് കേരളത്തിന് സാധ്യമല്ല. കാരണം കേരളത്തിൻ്റെ സ്ഥിതി അത്രയും ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് കേരളം കേന്ദ്ര സർക്കാരുമായിട്ട് കേരള സർക്കാർ ഏറ്റുമുട്ടാൻ വരും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പ്രസ്താവനകൾ നടത്തും, ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ നടപ്പിലാക്കില്ല എന്നൊക്കെ. അതിനപ്പുറത്തേക്കൊന്നും പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അതേ സമയത്ത് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ബജറ്റിനെ കുറിച്ച് ഞാനത് ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല പൂർണ്ണമായിട്ടും. ബജറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ മലപ്പുറം ജില്ലക്ക് കിട്ടുന്നൊരു പ്രാധാന്യമുണ്ട്. മലപ്പുറം ജില്ലക്ക് എല്ലാ സ്കൂളുകൾക്കും മലപ്പുറം ജില്ലയിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള വർക്ക് കൊടുക്കുകയാണ്. മലപ്പുറം ജില്ല വികസിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മലപ്പുറം മാത്രമല്ലല്ലോ വികസിക്കേണ്ടത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ഒരു ജില്ല മാത്രം ഡെവലപ്പ് ചെയ്യണം. ആ ജില്ല അങ്ങേയറ്റത്തെ അണ്ടർ ഡെവലപ്ഡ് ആണെങ്കിൽ സമ്മതിക്കുക. വയനാട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നും ചെയ്തിരുന്നു എന്നിരിക്കട്ടെ, നമുക്ക് മനസ്സിലാക്കാം. അട്ടപ്പാടിക്ക് വേണ്ടി ചെയ്തിരുന്നു എന്നിരിക്കട്ടെ, മനസ്സിലാക്കാം. ഇടുക്കിയിലെ അവികസിത പ്രദേശങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നിരിക്കട്ടെ, മനസ്സിലാക്കാം. പക്ഷേ മലപ്പുറത്ത് വികസനത്തിൻ്റെ പിന്നോക്കാവസ്ഥയുടെ അല്ല മാനദണ്ഡം, അതിൻ്റെ മാനദണ്ഡം വേറെ പലതുമാണ്. അപ്പോൾ ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തീരുമാനം എടുക്കുമ്പോൾ അത് പ്രശ്നം. അതുമാത്രമല്ല, പുതിയ ജില്ലകളും പുതിയ താലൂക്കുകളും അതിൻ്റെ രൂപീകരണവും ഇവരുടെ പരിഗണനയിലുണ്ടല്ലോ. അത് പക്ഷേ ബജറ്റിൻ്റെ പ്രഖ്യാപനത്തിലൂടെയും വന്നിട്ടില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു ധാരണയിൽ. മലപ്പുറം പരാമർശിച്ചില്ലെങ്കിലും പുതിയ ജില്ല വേണമെന്നുള്ള ആവശ്യം എവിടെ നിന്നാണ് ഉയർന്നത്? അത് മലപ്പുറത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയിക്കാമല്ലോ. അല്ല, ജില്ല ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ജില്ലക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നത് ഭീമമായിട്ടുള്ള സാമ്പത്തിക ബാധ്യതയാണ്. താലൂക്ക് ഓഫീസിൽ കളക്ടർ ഇരുന്നോട്ടെ എന്ന് തൽക്കാലത്തേക്ക് പറയാം. പക്ഷെ അത് സ്ഥിരമായിട്ട് അങ്ങനെ പറ്റില്ല. അപ്പം പുതിയ അപ്പോയിൻമെൻറ്റ് നടത്തേണ്ടി വരും, പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടി വരും. ഇതൊന്നും ചെയ്യാതെ ഒരു ജില്ല ഉണ്ടാക്കുകയാണെന്നിരിക്കട്ടെ, പിന്നെ ജില്ല കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ സാമ്പത്തിക ശേഷിയുണ്ടോ സംസ്ഥാനത്തിന്? ഇന്നിപ്പോൾ VHPയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, മലബാറിനെ കേന്ദ്രഭരണ പ്രദേശമാക്കുന്നതിനെ കുറിച്ചും ആലോചിക്കണം. അങ്ങനെ ഒരു പ്രദേശം മാത്രമായിട്ട് അങ്ങനെ പറ്റില്ലല്ലോ. ഭരണഘടനാപരമായിട്ട് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. ഇപ്പോൾ നോക്കൂ, കോറിഡോറുകളാണ് ഈ ബജറ്റ് താങ്കൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ റെയർ എർത്ത്സ് കോറിഡോർ, അതുപോലെ എറണാകുളം, തൃശ്ശൂർ ഗോൾഡ് ഇതുമായിട്ടുള്ള കോറിഡോർ, അങ്ങനെയുള്ള കോറിഡോറുകളാക്കി മാറ്റുക. അല്ലേ, റെയർ എർത്തിൻ്റെ കാര്യം കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ്. അന്ന് അതിനെ കളിയാക്കിയ ആൾക്കാരാണ് ഇവർ. അന്ന് ഇവരും ഇടതുപക്ഷവും രണ്ടു കൂട്ടരും ഈ മിനറൽസിൻ്റെ കാര്യത്തിൽ കേരളത്തിന് പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കുമെന്ന് അന്ന് പറഞ്ഞപ്പോൾ, നിർമ്മല സീതാരാമൻ പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കിയ ആൾക്കാരാണ്. ഇപ്പോൾ ഇവരിത് പ്രഖ്യാപിക്കുകയാണ്. ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ അതുകൊണ്ട് റെയർ എർത്തിൻ്റെ കാര്യത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതി നടപ്പിലാക്കുമെന്നാണോ ഉദ്ദേശിക്കുന്നത്? മാത്രമല്ല ഇതിൽ കുറേ വാക്കുകൾ കോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ബജറ്റിൽ എന്താ വാലി, കോറിഡോർ, അതെ അതെ, ജൻസികളെ സൂചിപ്പിക്കാൻ വേണ്ടി പലതും എഴുതി വെച്ചതാണ്. അതുകൊണ്ടൊന്നും കാര്യങ്ങൾ നീങ്ങില്ല. അപ്പോൾ ഇത് 2 മാസം കഴിയുമ്പം ഇതിൻ്റെ ഈ പ്രഖ്യാപനങ്ങളുടെ പൊള്ളത്തരം. ഇപ്പോൾ ബാലഗോപാൽ കണ്ണൂരിലെ ഇൻ്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയം പ്രഖ്യാപിച്ചാണ്. അവിടെ ലോകകപ്പിൻ്റെ ട്രയൽ റണ്ണ് കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. അതെ. അപ്പോൾ ഇതുപോലത്തെ പ്രഖ്യാപനങ്ങളാണ്. ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഈ ഓരോ സാമ്പത്തിക വർഷം ബജറ്റിൽ കോടികളുടെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഓരോ വകുപ്പിനും കോടികൾ അലോട്ട് ചെയ്യുന്നു. അടുത്ത ബജറ്റ് അവതരിപ്പിക്കുമ്പോഴെങ്കിലും അല്ലേ ഈ പറഞ്ഞതിൽ എത്രയൊക്കെ പ്രാവർത്തികമാക്കി, അങ്ങനെ ഒരു പരിശോധന വേണ്ട. അല്ല, പരിശോധനയൊക്കെ ഉണ്ട്.
ഇപ്പോൾ ഉദാഹരണത്തിന് ആ പേപ്പറിനെ കുറിച്ച് മാധ്യമങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ആക്ച്വൽ പെർഫോമൻസ് എന്തായിരുന്നു, എക്കണോമിക് റിവ്യൂ അത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ പെർഫോമൻസ്, ഈ പ്രഖ്യാപനം, അതിൽ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കേരളത്തിൻ്റെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ഇടയിലും ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന ആളുകൾക്ക് ചില കണക്ഷൻസ് ഉണ്ട്. അത് കാരണം അവർ ഇതിനെ ഒരു വിമർശനാത്മകമായിട്ട് വിലയിരുത്തുന്നതിന് പകരം ഇവർ പറയുന്നത് അതേപടി അങ്ങ് കൊടുക്കുക എന്നുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം LDF സർക്കാർ ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. LDF സർക്കാർ ഓരോ വർഷവും പ്രഖ്യാപിച്ച ചില കാര്യങ്ങൾ, ചിലത് അടുത്ത തവണ നടപ്പിലാകാതിരിക്കുകയും ചിലത് അടുത്ത തവണ വേറൊരു പേരിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അടുത്ത ദിവസത്തെ പത്രം വരുമ്പോൾ ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ആ ബജറ്റിൽ പ്രഖ്യാപിച്ച കുറേ കാര്യങ്ങളാണ്. ഒരു കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു ആനുകൂല്യം അത് കേരളം ഭരിക്കുന്ന ആളുകൾക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ. അത് കാരണം കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളെന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ചായ്വുണ്ടല്ലോ. അപ്പോൾ ആ ചായ്വ് അവർ പ്രകടിപ്പിക്കുന്നു. ആ ചായ്വ് ഒന്നുകിൽ LDFന് അനുകൂലമാണ്, അല്ല UDFന് അനുകൂലമാണ്. കാരണം BJP സ്വാധീനമുണ്ടാക്കരുത്, ശക്തിപ്പെടരുത് എന്ന് ഈ 2 മുന്നണികൾ മാത്രമല്ല ആഗ്രഹിക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ BJP അങ്ങനെ വളർന്നു വരണ്ട എന്നുള്ളൊരു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ BJPയും നേരിടേണ്ടി വരും. അല്ല, ആ മിഠായി വിതരണമൊക്കെ വലിയ വിവാദമാക്കിയല്ലോ അല്ലേ? അതും ഈ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയല്ലേ കാണുന്നത്? അത് ഈ മാധ്യമങ്ങളിലും ഈ ഇടതുപക്ഷത്തിനും കോൺഗ്രസിൻ്റെയൊക്കെ ഒരു സ്ലീപ്പർ സെല്ലുകൾ പോലത്തെ സംവിധാനങ്ങളുണ്ടാവും. അപ്പോൾ അവരത് ഏതൊക്കെ ഹൈലൈറ്റ് ചെയ്യണം, ഏതൊക്കെ എങ്ങനെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കും. അല്ല, ഈ മുഖ്യധാരാ മാധ്യമങ്ങളിലുള്ളവരാണ് ഇപ്പം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയേറ്റ്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയേറ്റ് ഒക്കെ വരുന്നത്. കാരണം അവർ ഇത്രയും കാലം അവിടെ ഇരുന്നിട്ട് ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്തു, ഇനി അവർ പരസ്യമായിട്ട് വർക്ക് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകൻ്റെ നിഷ്പക്ഷത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതായി. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ വീണ ജോർജ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, ജയിച്ചു, MP MLA ആയി. ഈ ട്രെൻഡ് വേറെ രൂപത്തിൽ ഇപ്പോൾ തുടരുകയാണ്. ഇതിനേക്കാൾ വലിയ തോതിൽ തുടരുന്നു. അപ്പോൾ കേരളത്തിലെ ഈ പറഞ്ഞ മുഖ്യധാരാ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പെയ്ഡ് ജേർണലിസമാണ്. യോജിക്കുന്നു താങ്കളോട് 100%. ആ പെയ്ഡ് ജേർണലിസമാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ 2 മുന്നണികൾ മാത്രമല്ല, ആ മുന്നണികൾ ഉണ്ടാക്കിയിട്ടുള്ള എക്കോസിസ്റ്റം, അത് പ്രധാനമന്ത്രി ഇത്തവണ വന്നപ്പോൾ പറഞ്ഞല്ലോ. അതെ, പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞത് കേരളത്തിൽ ഇവരുണ്ടാക്കിയിട്ടുള്ളൊരു എക്കോസിസ്റ്റം, ആ എക്കോസിസ്റ്റം BJPക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം ജനങ്ങളിടയിൽ സൃഷ്ടിക്കുന്നതിൽ അവരും കൂടി പരിശ്രമിക്കുക. അപ്പോൾ അതിനാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ മെയിൻ സ്ട്രീം പത്രങ്ങൾ എന്ന് പറയുന്ന പത്രങ്ങളുടെ ഫ്രണ്ട് പേജ്, ആ ഫ്രണ്ട് പേജും അതേ ദിവസം ഇറങ്ങിയ ഇംഗ്ലീഷ് പത്രങ്ങളുടെ ഫ്രണ്ട് പേജും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് പേജ് എങ്ങനെ ഒരു വിഷയത്തെ നാടകീയമായിട്ട് അവതരിപ്പിക്കുന്നു, മറ്റേ ഫ്രണ്ട് പേജ് ഒരു വാർത്താ പ്രാധാന്യം നൽകിക്കൊണ്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടല്ലറിയാം. നിയമസഭയിൽ BJPയുടെ സാന്നിധ്യം ഇവരെ അലോസരപ്പെടുത്തുന്നുണ്ട് അല്ലേ? ശരിക്ക് LDFനെയും UDFനെയും അല്ലേ? ആദ്യത്തെ 3 ദിവസത്തെ നയപ്രഖ്യാപന ചർച്ചയിൽ തന്നെ അത് വളരെ വ്യക്തമായി. അതെ. കാരണം ഇത്രയും കാലം അവർക്ക് എന്ത് തരത്തിലുള്ള വിമർശനവും ഉന്നയിക്കാമായിരുന്നു, കേന്ദ്ര സർക്കാരിനെതിരായിട്ടും BJPക്കെതിരായിട്ടും. ആ വിമർശനങ്ങൾ ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ മനസ്സിലാക്കി ഇനി അത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടും എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ഇനിയത്
അവരതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് ഈ തവണത്തെ ബജറ്റ് സമ്മേളനത്തിൻ്റെ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം മന്ദഗതിയിലൊക്കെ ആയിരുന്നു. ഇപ്പം ജീവൻ വെച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും പ്രതി പട്ടികയിൽ വരും എന്നൊരു വാർത്ത വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ഇപ്പോൾ ഇതേ SITയുടെ മുൻപാകെ കടകംപള്ളി സുരേന്ദ്രൻ ഹാജരായപ്പോൾ 3 ദിവസത്തേക്ക് ആ വാർത്തയെ പുറത്തു വന്നിട്ടില്ല. ഇതിപ്പോൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്ത ഇപ്പോഴേ പുറത്തു വരിക. അപ്പം അതിനർത്ഥം ഈ വാർത്ത പുറത്തു വിടുന്നതിലും ഒരു അജണ്ടയുണ്ട്. അപ്പോൾ അത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണമാണോ എന്നുള്ള സംശയം ഉണ്ടാക്കുന്നുണ്ട്. കടകംപള്ളി പ്രതിപട്ടിക വരേണ്ട ഒരാൾ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ മുൻ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിലും ഈ പറഞ്ഞ പോറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയ ആൾ എന്നുള്ള നിലയിലും കടകംപള്ളിയുടെ ഉത്തരവാദിത്വം അത് തീർച്ചയായിട്ടും തള്ളിക്കളയാൻ പറ്റാത്ത ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനെ എന്തുകൊണ്ട് പ്രതിയാവുന്നതിന് പകരം സാക്ഷിയാക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ പിന്നെ ഒരു തെളിവ് തരുന്ന ഒരാളായിട്ട് അന്വേഷണത്തിൽ സഹകരിക്കുന്ന ഒരാളായിട്ട് മാറ്റാൻ തീരുമാനിച്ചു എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. അല്ല, യഥാർത്ഥത്തിൽ CBI അന്വേഷണത്തിലൂടെ മാത്രമല്ലേ സത്യം പുറത്തു? അതുകൊണ്ടാണ് BJP അത് പറഞ്ഞത്. കാരണം SIT എന്ന് പറയുന്നത് കോടതിയുടെ മേൽനോട്ടത്തിലാണെന്ന് പറയുമ്പോഴും ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവും, താല്പര്യമുണ്ടാവും, അവരുടേതായിട്ടുള്ള ഒരു എന്താ വിധേയത്വം ഉണ്ടാവും. തീർച്ചയായും ആ വിധേയത്വം സ്വാഭാവികമായും ഈ കേസ് നിഷ്പക്ഷമായും എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് തടസ്സമാണ്. CMR എക്സാലോജിക്ക ഇടപാടിനെ ഈ മാസപ്പടി, നോക്കുകൂലി എന്നിങ്ങനെ പറഞ്ഞ് ലളിതവൽക്കരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കോടികളുടെ, സഹസ്ര കോടികളുടെ ഒരു തോറിയം കുംഭകോണം തന്നെയല്ലേ നടന്നിരിക്കുന്നത്. അതിൽ അല്ല, EDക്ക് അന്വേഷണത്തിന് പരിധിയുണ്ട്, CBI അന്വേഷിക്കേണ്ടതല്ലേ? ഫൈനാൻഷ്യൽ ഫ്രോഡ് എന്നുള്ള നിലയിൽ CBIക്ക് അന്വേഷിക്കാൻ പറ്റും അല്ലേ? അല്ല, അതുകൊണ്ട് EDയുടെ അന്വേഷണത്തിൻ്റെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ CBIക്ക് പരിശോധിക്കാം. CBI അതിലേക്ക് വരുമോ, എത്രമാത്രം താല്പര്യം എടുക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടുവരും. അല്ല, ഈ പറഞ്ഞ പോലെ അതിനെ ആ ഒരു മാഗ്നിറ്റ്യൂഡിലല്ലേ കാണേണ്ടത്? അതെ അതെ, തീർച്ചയായിട്ടും. ഇതിപ്പോൾ എന്തായാലും ഒരു 2.25 കോടിയുടെ മാത്രം വിഷയമല്ല അല്ലല്ലോ. അത് കിട്ടാൻ വേണ്ടി പിണറായി വിജയനെ പോലുള്ള ഒരാളും അദ്ദേഹത്തിൻ്റെ മകളും ഈ ഒരു ഡീലിൽ ഏർപ്പെടുന്ന കരുതുന്നുണ്ടോ? അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ പിന്നിലുള്ള പുറത്തു വന്നിട്ടില്ലാത്ത നിരവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വിധത്തിലേക്ക് അന്വേഷണം പോയാലേ ഈ അന്വേഷണം കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു അന്വേഷണം നടന്നു, എവിടെയും കിട്ടിയില്ല എന്നുകൊണ്ട് അങ്ങനെ അങ്ങ് പോകും. നിയമസഭയിൽ ജനകീയ വിഷയങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഇത്തവണത്തെ സമ്മേളനത്തിൽ 6 ദിവസമാണ് സമ്മേളനത്തിൻ്റെ സാധാരണ ഇതിലുള്ള സമ്മേളനം നടക്കാൻ പോകുന്നത്. ആ 6 ദിവസവും ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ 3 പേരും ഞങ്ങൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ ചോദ്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അതത് ദിവസമാണ് ചെയ്യേണ്ടത്. അടിയന്തര പ്രമേയം അല്ലെങ്കിൽ പിന്നെ ശ്രദ്ധ ക്ഷണിക്കൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഉന്നയിക്കും. അത് സംസ്ഥാനത്ത് BJP നിലകൊള്ളുന്ന സംസ്ഥാന തലത്തിലുള്ള വിഷയങ്ങളും, ഇപ്പോൾ ശബരിമല പോലെയുള്ള വിഷയങ്ങൾ, ഈ 3 ജനപ്രതിനിധികളുടെ മണ്ഡലങ്ങൾ, അപ്പോൾ അതിലെല്ലാം ഉന്നയിക്കും. എങ്ങനെയുണ്ട് MLA പദവി? അല്ല, ഒരു വലിയ ഉത്തരവാദിത്തമാണത്. മണ്ഡലത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു വലിയ ഉത്തരവാദിത്തമാണ്.
പല കാര്യങ്ങളും ചെയ്യുമ്പം അതിന് ഫലമുണ്ടാകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 3 വർഷമായിട്ട് നടക്കാത്ത പണി നമ്മൾ ഇടപെട്ടിട്ട് അതെ ഒരു 2 ആഴ്ച കൊണ്ട് നടക്കുന്നതെന്ന് എന്നിരിക്കട്ടെ. അപ്പോൾ ഇത്രയും കാലം ചെയ്യാതിരുന്ന ആളുകൾ അവർ ജനങ്ങളോട് അവർക്ക് ഒട്ടും പ്രതിബദ്ധതയില്ലായിരുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു ഇത് വളരെ വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. സന്തോഷം. വളരെയധികം നന്ദി മറുപടിയിൽ പങ്കെടുത്തതിനൊക്കെ.